നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ 3 സിനിമകളുടെ അപ്ഡേറ്റുകളുമായിട്ടാണ്. ഒന്ന് വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഫാൻസുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. മറ്റൊന്ന് 2 സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ്. ഒന്ന് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഉൾപ്പെടെ വലിയ കാര്യമായിട്ട്, കേരള ബോക്സ് ഓഫീസിൽ ഉൾപ്പെടെ എന്നല്ല, കേരള ബോക്സ് ഓഫീസിൽ വലിയ കാര്യമായിട്ട് തന്നെ കളക്ഷൻ നേടി 10-16 ദിവസം കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. അതുപോലെ തന്നെ പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. പുഷ്പയുടെ കാര്യം വലിയ ഒരു ഹിറ്റിലേക്കാണ് സിനിമ പോകുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ അടുത്ത 1000 കോടി ചിത്രമായിട്ട് ഈ സിനിമ ഇതിനോടകം തന്നെ മാറും എന്നുള്ളൊരു കാര്യം 100% കൺഫേം ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. 3-ാം ദിവസത്തെ റിപ്പോർട്ട് കിട്ടുമ്പോഴും ഹിന്ദി വലിയ കാര്യമായിട്ട് തന്നെ ഹിറ്റിലേക്കാണ് പോകുന്നതെന്നും ഞായറാഴ്ച മാത്രം 100 കോടിക്ക് അടുത്ത് ടച്ച് ചെയ്യാൻ, അതായത് ഹിന്ദിയിൽ മാത്രം 100 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുമൊക്കെ ഇപ്പോൾ മറ്റേ ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം അത്ര വലിയ ഹിറ്റായിട്ട് ഹിന്ദിയിൽ പടം മാറിയിരിക്കുന്നു. അപ്പോൾ ഈ 3 സിനിമകളുടെ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു വിടാവുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആണ്. ഓരോ ദിവസവും നല്ല രീതിയിൽ തന്നെ കളക്ഷനുമായിട്ട് പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, അതായത് ഏകദേശം 80 ലക്ഷം രൂപയോളം കളക്ഷൻ ഈ വെള്ളിയാഴ്ച പോലും ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു. 3-ാം വാരമാണ് സിനിമ ഓടുന്നത് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. കേരളത്തിനകത്ത് നിന്നുള്ള കണക്കുകൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 16 ദിവസം കൊണ്ട്, കേരളത്തിലെ മാത്രമായിട്ടല്ല ഇന്ത്യക്കകത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ 16 ദിവസം കൊണ്ട് 27,75,00,000 രൂപ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 27,75,00,000 രൂപ ഇന്ത്യക്കകത്ത് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏകദേശം അതിനകത്തൊരു 26.5 കോടി രൂപയും വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. കേരളത്തിന് പുറത്ത് സാധാരണയായിട്ട് മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്ന ബോംബെ, ചെന്നൈ, ഹൈദരാബാദ് പോലുള്ള പ്രധാന സിറ്റികളിൽ മാത്രമാണ് സിനിമയ്ക്ക് റിലീസിംഗ് ഉള്ളൂ. അല്ലാതെ ഒരു പാൻ ഇന്ത്യൻ സിനിമയൊന്നുമായിട്ടല്ല ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന എമൗണ്ടിന്റെ മേജർ എമൗണ്ടും വന്നിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. മറ്റൊരു കാര്യം, ഓവർസീസിലും ഈ സിനിമ ഒരു ഹിറ്റ് അടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓവർസീസിൽ നിന്ന് 18,75,00,000 രൂപ നേടിയെടുക്കാൻ ഈ 16 ദിവസം കൊണ്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് 46,50,00,000 രൂപയാണ് ഇതിനോടകം സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു 50 കോടി ചിത്രം കൂടി 2024 മലയാള സിനിമയിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തമിഴും തെലുങ്കൊക്കെ 100 കോടിയിലേക്ക് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നത് പോലെ മലയാള സിനിമ ഇപ്പോൾ 50 കോടിയിലേക്ക് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് നമ്മുടെ പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് വേണോ, വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് വേണോ എന്ന് നോക്കുമ്പോൾ സാധാരണയായിട്ട് ഫാൻസുകാർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത് വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആയിരിക്കും. മാത്രവുമല്ല ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതും ആ ഒരു ടൈറ്റിൽ കണ്ടിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അവരെ നിരാശപ്പെടുത്താതെ നമുക്ക് അവരുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, വല്യേട്ടൻ 2 എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒരു വലിയ സാധ്യത തുറന്നിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ ഈ അടുത്തിടയ്ക്കാണ് തിയേറ്ററിൽ റീ റിലീസ് ചെയ്യിപ്പിച്ചത്. വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ വലിയൊരു ഹിറ്റായി മാറിയ സിനിമയാണ്. മാത്രവുമല്ല TV-യിൽ വർഷങ്ങളോളം ടെലികാസ്റ്റ് ചെയ്ത് വലിയ പേരും പ്രശസ്തിയൊക്കെ നേടിയ ഒരു സിനിമയാണ് വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയ്ക്ക് 2-ാം ഭാഗം ഒരുക്കാൻ തയ്യാറാവുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ബൈജു അമ്പലക്കര. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ റെഡിയാണ്, മമ്മൂട്ടി സമ്മതിച്ചാൽ, അതിന്റെ കഥ മീൻസ് സ്ക്രിപ്റ്റ് റെഡിയാണ്, മമ്മൂട്ടി സമ്മതിച്ചാൽ സിനിമയുടെ വർക്ക് ഉടൻ തന്നെ തുടങ്ങും. ആ രീതിയിലാണ് സിനിമ നിൽക്കുന്നത്, അല്ലെങ്കിൽ വല്യേട്ടൻ 2 എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ 2-ാം ഭാഗം ഇറക്കാനുള്ള പൂർണ്ണ പ്ലാനോടുകൂടി തന്നെയാണ് വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യിപ്പിച്ചത് എന്നുകൂടി അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ചിത്രത്തിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് ചാനലുകളിൽ പല ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴെല്ലാം തന്നെ ഷാജി കൈലാസിന്റെ ഭാഗത്തു നിന്ന് പോലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു മിന്നിമായുന്ന രീതിയിലുള്ള ഒരു അപ്ഡേഷനൊക്കെ കിട്ടിയിരുന്നു. വല്യേട്ടൻ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഒരു പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. മമ്മൂട്ടി സമ്മതിച്ചാൽ വല്യേട്ടൻ 2 എന്ന് പറയുന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ പല കമന്റുകളും കണ്ടേക്കാം, അതിന് ഇനി സ്കോപ്പില്ല, ഇത് പഴയ കഥയാണെന്നൊക്കെ പറഞ്ഞുണ്ട്. കഥ എന്തോരം പഴയതാണെങ്കിലും മേക്കിംഗ് പുതിയ
സാമ്പത്തിക രീതിയിലായാൽ മാത്രം മതി എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂട്ടി തന്നെ അഭിനയിച്ച ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ അതൊരു അമൽനീരദ് സ്റ്റൈലിലാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സബ്ജക്ട് എന്തുകൊണ്ട് വല്യേട്ടൻ 2 എന്നുള്ള പേരിൽ ഇറങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്കത്തില്ലേ? തീർച്ചയായിട്ടും അംഗീകരിക്കും. കാരണം ഭീഷ്മപർവത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ വല്യേട്ടന്റെ കഥാപാത്രമായി വരികയും കൂടെയുള്ളവർ അനിയന്മാരായിട്ട് വരികയും ചെയ്താൽ സുഖമായിട്ട് ആ സിനിമ നമുക്ക് വല്യേട്ടൻ 2 എന്നുള്ള പേരിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആ ഒരു സിനിമയ്ക്ക് സ്കോപ്പില്ല എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ആ സിനിമയ്ക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷെ മേക്കിംഗ് ഈ കാലത്ത് മേക്കിംഗ് ആയിട്ട് താരതമ്യപ്പെടുത്തി പോണം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അന്നത്തെ പോലെ മുണ്ടുമടക്കി കുത്തിയിട്ടുള്ള അടിക്കൊന്നും ഇന്ന് കേരളത്തിൽ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഷാജി കൈലാസ് ഈ അടുത്തിടയ്ക്ക് പൃഥ്വിരാജിനെ വെച്ച് കടുവ എന്നുള്ള പേരിൽ അതേ രീതിയിലുള്ള പഴയ ഫോർമാറ്റിലെ ഒരു പടം വിജയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ സിനിമയ്ക്ക് രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത തുറന്നു കിടക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അടുത്തത് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുഷ്പ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡിൽ തന്നെ വലിയ ഹിറ്റായി മാറുന്നു, കേരളം ഒഴികെ. അതാണ് പറയേണ്ടത്. കാരണം 3-ാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് തമിഴ്നാട്ടിലും വലിയ മാന്യമായിട്ടുള്ള കളക്ഷനിലേക്ക് കയറിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യ ദിവസം 10 കോടിക്ക് മുകളിൽ കയറിയ സിനിമ 2-ാം ദിവസം 5 കോടിയിലേക്ക് വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നലെ 7.25 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. കേരളത്തിൽ ദുരന്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ആ രീതിയിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്കയിലെ കണക്ക് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. $1.7 മില്യൺ ആദ്യത്തെ 2 ദിവസം കൊണ്ട് സിനിമ അവിടെ അടിച്ചിരിക്കുന്നത്. $1.7 മില്യൺ 2 ദിവസം കൊണ്ട് ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ അടിക്കുന്നത് എന്നുള്ള റെക്കോർഡ് കൂടി പുഷ്പ 2 സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് പുഷ്പ ഇന്ത്യയിലും വിദേശത്തും പ്രത്യേകിച്ച് അമേരിക്കയിലും പോലും വലിയ ഹിറ്റായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചിത്രത്തിന് 3-ാം ദിവസം 119 കോടി 25 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡായിട്ട് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. ഇന്ത്യയിലെ ഗ്രോസ് നോക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് 463 കോടി 90 ലക്ഷം രൂപയിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് 600 കോടി രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 600 കോടി രൂപ വെറും 3 ദിവസം കൊണ്ട് നേടിയെടുത്ത സിനിമ ഈ ഞായറാഴ്ച, അതായത് ഇന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് 200 കോടി രൂപയാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് സിനിമ 1000 ടച്ച് ചെയ്യും എന്നുള്ളൊരു കാര്യം, ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 1000 ടച്ച് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് 100% ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. ഞായറാഴ്ച 200 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡിൽ തന്നെ 800 കോടിയിലേക്ക് എത്തും. അത് മാത്രമല്ല ഒരു 750 മുകളിൽ തീർച്ചയായിട്ടും സിനിമ എത്തുമെന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ 119.25 120 കോടി രൂപ അടിച്ച പടം തീർച്ചയായിട്ടും ഇന്നൊരു 150 മുകളിൽ തീർച്ചയായിട്ടും കയറിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. മാത്രമല്ല ഹിന്ദിയിൽ വലിയ ട്രെൻഡിങ്ങിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭീകരമായിട്ടുള്ള ഹിറ്റ് ഹിന്ദിയിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കും. ഒരു പക്ഷേ ബാഹുബലി 2 അടിച്ച ആ ഒരു എക്കാലത്തെയും വലിയ ഹിറ്റ് എന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദി ഡബ്ബിംഗ് പോയി വലിയ ഹിറ്റായി മാറിയ ആ ഒരു ബാഹുബലി 2ന്റെ റെക്കോർഡ് പോലും ഈ സിനിമ വെട്ടിച്ചേക്കാം. അത്ര വലിയ ഹിറ്റിലേക്കാണ് ഹിന്ദിയിൽ ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം എന്തായിരിക്കും അവിടെ നിന്ന് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം. കൂടുതൽ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു വല്യേട്ടൻ 2 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. എന്നിരുന്നാൽ പോലും പുഷ്പ 2ന്റെ കളക്ഷനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.